നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. വീണ്ടും ഒരു പുതിയ ദിവസത്തിന്റെ പുലർകാലം കൂടെ വന്നെത്തിയിരിക്കുന്നു. കാലം അതിന്റെ പരിസമാപ്തിയിലേക്ക് അതിവേഗം പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അശാന്തിയുടെയും അസമാധാനത്തിന്റെ ഈ ലോകത്തിൽ നമുക്ക് പ്രത്യാശ നൽകുന്നത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ്. ഈ തിരുവചനമാകുന്ന വന്ന ഭക്ഷിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ പ്രഭാതമന്നയുടെ ചിന്താവിഷയം മഹത്വപ്പെടാനുള്ള ശുശ്രൂഷ എന്നുള്ളതാണ്. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 1 പത്രോസ് 4:11. ഒരുത്തൻ പ്രസംഗിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നു എങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണവും ആകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ആത്മീയ വരങ്ങളെ നാം എപ്രകാരം ഉപയോഗിക്കണം എന്നതിനെ പറ്റിയാണ് ഈ തിരുവചന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം ആത്മീയ വരങ്ങളെ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ സ്വയം മഹത്വത്തിന് വേണ്ടിയല്ല, പിന്നെയോ നമ്മുടെ സ്രഷ്ടാവിന്റെ മഹത്വത്തിന് വേണ്ടിയായിട്ടാകണം ഉപയോഗിക്കേണ്ടത്. തിരുവചനത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. റോമർ 12:3. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകുമെണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. ഒരിക്കൽ ഒരു സുവിശേഷ യോഗത്തിൽ അദ്ദേഹത്തിന്റെ ഓരോ മനുഷ്യന്റെയും ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ള ഉടമസ്ഥതയെ പറ്റിയും നാം അനുഭവിക്കുന്ന ദൈവീക ദാനങ്ങളെ പറ്റിയൊക്കെ പ്രസംഗിച്ചു. ഈ സുവിശേഷ യോഗമൊക്കെ കഴിഞ്ഞു. അദ്ദേഹത്തിന് ഈ സുവിശേഷകന് ഭക്ഷണം ക്രമീകരിച്ചിരുന്നത് ഒരു ധനികന്റെ ഭവനത്തിലായിരുന്നു. ആ സുവിശേഷകൻ ഈ ധനികന്റെ ഭവനത്തിൽ പോയി അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സുവിശേഷകനോട് അദ്ദേഹം ചോദിച്ചു, അങ്ങ് ഇന്ന് പ്രസംഗത്തിൽ പറഞ്ഞല്ലോ ദൈവത്തിന്റെ ഉടമസ്ഥതയെ പറ്റിയും നാം അനുഭവിക്കുന്ന ദൈവീക ദാനങ്ങളെ പറ്റിയും ഒക്കെ പ്രസംഗിച്ചല്ലോ. അങ്ങ് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ വീടും ഈ ധനങ്ങളും എല്ലാം എന്റേതല്ല, എന്റെ ഉടമസ്ഥതയിൽ ഉള്ളതല്ല എന്നാണോ അങ്ങ് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു. എന്നിട്ട് വീണ്ടും അല്പം കൂടെ വികാരധീനനായിട്ട് ഈ ധനികൻ സുവിശേഷകനോട് ചോദിക്കുകയാണ്, ഈ വീടും സാധനങ്ങളും സാമഗ്രികളും ഈ വസ്തുവെല്ലാം ഞാൻ വളരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കിയതാണ്. എന്റെ സ്വന്തം പണം കൊടുത്താണ് ഞാൻ ഇതെല്ലാം വാങ്ങിയതും സമ്പാദിച്ചതും. ഇതിന്റെ പണം അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് സ്വരൂപിച്ചുണ്ടാക്കിയതാണ്. ഇതെല്ലാം തന്നെയുമല്ല, ഇതെല്ലാം എന്റെ പേരിലും ഉള്ളതാണ്. സുശേഷൻ ഇതെല്ലാം കേട്ടിരുന്നു. എന്നിട്ട് അദ്ദേഹം ആ ധനികനോട് തന്റെ പ്രസംഗത്തിന്റെ അർത്ഥം വളരെ വിശദമായിട്ട് വിവരിച്ച് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിച്ചു. 100 വർഷം കൂടെ കഴിയുമ്പോൾ ഈ വീടും സാധനങ്ങളും ഒക്കെ ആരുടേതായിരിക്കും എന്ന് ഈ സുശേഷകൻ ഈ ധനികനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അതിന്റെ മറുപടി പറഞ്ഞു, 100 വർഷം കഴിയുമ്പോൾ ഞാൻ കാണുകയില്ലല്ലോ. അപ്പോൾ ആ സുശേഷൻ പറഞ്ഞു, അപ്പം ഇതിന്റെ സ്ഥിരമായിട്ടുള്ള ഒരു അവകാശം താങ്കൾക്കില്ല എന്ന് തന്നെയാണ് താങ്കൾ പറഞ്ഞത്. നിങ്ങൾ കുറെ നാൾ ഇതൊക്കെ ഉപയോഗിക്കുന്നു, അത് കഴിയുമ്പോൾ മറ്റാരെങ്കിലുമാണ് ഇത് അനുഭവിക്കുന്നത്. നാം അനുഭവിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഇതെല്ലാം കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ സുവിശേഷൻ പറഞ്ഞതിന്റെ അർത്ഥം എത്രമാത്രം വലിയതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അത് മനസ്സിലാക്കി അംഗീകരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നമുക്കറിയാം 1 തിമോത്തിയോസ് 6:7 ഇപ്രകാരം പറയുന്നു, ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാനും കഴിയുന്നതുമല്ല. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ ദാനമാണ്. ദൈവം തന്നിട്ടുള്ള ഈ അനുഗ്രഹങ്ങളെല്ലാം നാം ദൈവനാമ മഹത്വത്തിനായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അപ്രകാരം ദൈവനാമ മഹത്വത്തിനായിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ഇന്ന് ജന്മദിനമുള്ള എറണാകുളം സഭയിലെ സ്കറിയ ചാണ്ടിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രഭാതം കൂടെ
അടിയങ്ങളുടെ ജീവിതത്തിൽ ദൈവം ദാനമായി തന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്ന പിതാവേ, ഇന്ന് പകൽക്കാലം ദൈവോടിയങ്ങൾക്ക് അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നല്ലൊരു ദിനമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളായിരിക്കുന്ന ഇടങ്ങളിലും പ്രവർത്തന മേഖലകളിലെല്ലാം ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജന്മദിനമുള്ള പ്രിയ മകനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ നാളുവരെയും ദൈവം സൂക്ഷിച്ച കൃപകൾക്കാണ് നന്ദിയോടെ സ്തോത്രം. പുതിയൊരു വർഷം കൂടെ കാണുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ സഹായിച്ച കൃപകൾക്കാണ് നന്ദിയോടെ സ്തോത്രം പിതാവേ. ആയുസ്സോടെ, ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ദൈവം കൊടുക്കുന്ന ആയുസ് നാളുകൾ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നതാ. ഞങ്ങളുടെ ഇടയിൽ അതുപോലെ രോഗികളായ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഷ്ടത്തിലും പ്രയാസത്തിലും കണ്ണുനീരിലും കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാത്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവേ. ഓരോ മക്കളുടെ ആവശ്യങ്ങളിലും അവരുടെ രോഗത്തിന്റെ അവസ്ഥയിലെല്ലാം തമ്പുരാന്റെ കരുതലും കൂടെ ഇരുന്നവരെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കൃപാടിയങ്ങളോട് കൂടെ ഇരിക്കണം. വരാമാരുന്ന ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്ന് എല്ലാ അടിയങ്ങളെ കാത്തു പരിപാലിക്കണം. ദൈവകൃപയ്ക്കുള്ള അടിയങ്ങളെ സൂക്ഷിക്കണം. വീണ്ടും അടിയും കായുസ്സും ആരോഗ്യം തരുമ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നന്ദിയുള്ളവരായി ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ സ്വർഗീയ അനുഗ്രഹങ്ങളാൽ നിറച്ചു വഴി നടത്തണം. പ്രാർത്ഥനയാനും കേട്ടതിനായ സ്തോത്രം. സകലവും ദൈവവും കേൾക്കണം നല്ല പിതാവേ. ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.